ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക് പോവുകയാണ്. ഉല്ലാസ് ബാബു, ഏക സിവിൽ കോഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡാണല്ലോ ആദ്യ സംസ്ഥാനമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് വളരെ കൃത്യമായി ഈ ബിൽ അവിടെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു എതിർപ്പും കൂടാതെ പിന്തുണച്ചതാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല ഇക്കാര്യത്തിൽ. ഏക സിവിൽ കോഡ് അവിടെ വരുന്നതിൽ യാതൊരു എതിർപ്പും അവിടെ ഉത്തരാഖണ്ഡിൽ നിന്നുണ്ടായില്ല. പക്ഷേ ഉത്തരാഖണ്ഡിന് പുറത്ത് കടക്കുമ്പോൾ, കേരളത്തിലെത്തുമ്പോൾ, ഡൽഹിയിലെത്തുമ്പോൾ, തമിഴ്നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ, കർണാടകയിലെത്തുമ്പോൾ ഈ ഏക സിവിൽ കോഡിനെതിരെ അതിശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഇത് വളരെ കൃത്യമായ ഒരു ഇരട്ടത്താപ്പല്ലേ? മാത്രവുമല്ല, നോക്കൂ, നെഹ്റു മുതൽ അംബേദ്കർ, EMS, ഏറ്റവും ഒടുവിൽ ശശി തരൂർ വരെ ഏക സിവിൽ കോഡിനെ അനുകൂലിച്ചുകൊണ്ട് പല ഘട്ടത്തിലും രംഗത്തെത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനെയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഭരണഘടന അട്ടിമറിക്കാൻ പോകുന്നു, ന്യൂനപക്ഷങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു ഏക സിവിൽ കോഡ് എന്നുള്ള രീതിയിൽ അടുത്ത പ്രചാരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുമെന്ന് ജനങ്ങളോട് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് 20,000-20,000 ആളുകളെ നേരിട്ട് കാണുകയും 2,30,000 രേഖാമൂലമുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് പ്രതിപക്ഷ ആളുകളും അംഗീകരിച്ചുകൊണ്ട് ഇതൊക്കെ വന്നത്. ഇന്നത്തെ കോൺഗ്രസിൻ്റെ വിഷയമെന്ന് പറയപ്പെടുന്നത് ഈ യൂണിഫോം സിവിൽ കോഡിൽ പറയുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ആർട്ടിക്കിൾ 21 ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 11 ആയിക്കോട്ടെ, വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതിൽ ദോഷം ചെയ്യുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന കോൺഗ്രസ്സുകാരുടെ ഒറ്റ കാര്യമേ പറയാറുള്ളൂ. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്നത് എനിക്കും നിങ്ങൾക്കും അവർക്കും ഇവർക്കുമൊക്കെ ഒരേ നിയമമാകണമെന്ന്. ആണും പെണ്ണും എന്ന് പറയപ്പെടുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ടതാണെങ്കിൽ കൂടി അവർക്ക് അവരുടെ മണ്ണിൽ, അവരുടെ നാട്ടിൽ കൃത്യമായി ജീവിക്കാനും വളരാനും ഉണ്ണാനും ഉടുക്കാനുമുള്ള നിയമം എന്ന് പറയപ്പെടുന്നത് തുല്യമായിരിക്കണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാരനാണ് എന്താണ് ഇത്ര പ്രശ്നം? അപ്പൊ കോൺഗ്രസ്സുകാരന് അത് പറ്റില്ല. കോൺഗ്രസ്സുകാരന് ഇവിടെ എന്താണ് വേണ്ടത്? യൂണിഫോം സിവിൽ കോഡ് വേണ്ട, എല്ലാവരും ഒരുപോലെ ചിന്തിക്കണ്ട, എല്ലാവരും ഒരുപോലെ വളരണ്ട, എല്ലാവരും ഒരുപോലെ ഉയരണ്ട എന്ന കൃത്യമായ ഉദ്ദേശമാണ് കോൺഗ്രസിന്. കാരണം അവർക്ക് അറിവും വിവരവും പ്രാപ്തിയും അവകാശങ്ങളും ലഭിച്ചാൽ ഇവരെ പോലെയുള്ള ആളുകൾ കാലമിത്രയായി ഈ സമൂഹത്തെ ചൂഷണം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ കോൺഗ്രസിന്റെ അധികാര സർക്കാരുകളായിരുന്നു എന്നുള്ള ബോധം അവരിലേക്ക് ഉണ്ടാവുകയും ഇവരുടെ ഈ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്താൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇവർ ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർക്കറിയാം. അതാണ് കോൺഗ്രസ്സുകാർ അതിനെ എതിർക്കുന്നത്. ഈ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് 5 മിനിറ്റോ 10 മിനിറ്റോ സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. ഹലോ, കേൾക്കാം. ഹലോ ഉമേഷ് ബാബു, കേൾക്കാം. ഹലോ. യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്കൊരു ക്യാപ്സ്യൂൾ ചർച്ചയായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഞാനിപ്പോൾ അതിൻ്റെ ഓരോ ഇന്നത്തെ റിപ്പോർട്ടുകളും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചർച്ച നടക്കുന്ന സമയത്ത്. അത് 1 മണിക്കൂറോ 2 മണിക്കൂറോ വലിയൊരു ചർച്ചയാകേണ്ട കാര്യമാണ്. ഇത് നാളെ കേരളത്തിലും വരും, മൊത്തം ഇന്ത്യക്കകത്തും വരും. നിയാസിന്റെ പാർട്ടിക്കാർ ഇങ്ങനെ പൂങ്കണ്ണീരൊഴുക്കുക എന്നല്ലാതെ ഒന്നും ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. ഇത് നാട് ആവശ്യപ്പെടുന്ന കാര്യമാണെന്നേ. നിയാസ് അംഗീകരിക്കുന്നത് എന്തിനെയാണ്? കാന്തപുരം പറഞ്ഞ പോലെ ആ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വ്യായാമം ചെയ്യാൻ പാടുന്നില്ല. അംഗീകരിക്കുന്നുണ്ടോ നിയാസ് ആ വിഷയത്തെ? വസ്ത്രം ഇടകലർന്നാൽ എന്താണ് പ്രശ്നം? ഇടകലർന്ന് നിന്നു, അല്ലെങ്കിൽ അവർ പരസ്യമായി നിന്ന് വ്യായാമം ചെയ്തു. ഏത് കാലഘട്ടത്തിലാണ് നിയാസ ഇത് പറയുന്ന ആളുകൾ ജീവിക്കുന്നേ? നിങ്ങൾ അതിനെ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ? തള്ളി പറയാനുള്ള നാട്ടലുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കൂലേ? നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കില്ലല്ലേ? കാരണം എന്താ? മതചിന്തയിൽ അവൻ അവകാശം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിയാസിന്റെ പാർട്ടിയുടെ ഏറ്റവും പൊട്ട സ്തോരങ്ങൾ കണ്ടല്ലേ ഇതേപോലെ ഒരു ദോഷത്തരം പറഞ്ഞ സമയത്ത് അതിനെ പ്രതികരിക്കാൻ എന്താ നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട്?
എന്താ നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട്? ചോദിക്കാം, നിയാസ് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. രണ്ട് വഖഫുമായി ബന്ധപ്പെട്ട് 1995 സുപ്രീം കോടതി ജൂലൈ 2 ബ്രഹ്മചാരി സിദ്ധേശ്വർ ഭായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിലിമ. എന്താ വഖഫ് എന്ന് പറയപ്പെടുന്നത് മതപരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാ. 1954 നെഹ്റു ഈ സംവിധാനം ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത്, അംഗീകരിക്കുന്ന സമയത്ത് അത് ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയതാ. ഇന്ത്യൻ പാർലമെന്റിൽ അംഗീകരിച്ചു പോകുന്ന ഒരു കാര്യത്തെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടെന്ന്, അതില്ലെന്ന് വാദിക്കാൻ ഇവർക്കാരൊക്കെ അതിനുള്ള അധികാരമുള്ളത്? 1995 ഈ നരസിംഹറാവുവിന്റെ സർക്കാരാണ് 40-ാം വകുപ്പ് പ്രകാരം ഭൂമി വഖഫ് ആണോ എന്ന് തീരുമാനിക്കുന്നത് വഖഫ് ബോർഡ് മാത്രമാണെന്നുള്ള അമെൻമെന്റ് കൊണ്ടുവന്നത്. തട്ടിപ്പും വെട്ടിപ്പും അല്ലേ ഇവർ ചെയ്തത് ഈ കോൺഗ്രസ്സുകാര്? എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. ഈ മുനമ്പത്ത് ഇവർ കിഴക്കുന്ന കണ്ണീരുണ്ടല്ലോ, മൂതല കണ്ണീരാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ കള്ളക്കണ്ണീരും തട്ടിപ്പ് കണ്ണീരുമാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. 2013 മൻമോഹൻ സിംഗ് ആണ് ഇസ്ലാം നിയമം വഴി ഇസ്ലാം പിന്തുടരുന്ന ഒരു വ്യക്തി നൽകുന്നതാണ് വഖഫ് ഭൂമി എന്നത് മാറ്റി വ്യക്തി നൽകുന്നത് എന്ന് മാറ്റിയത്. എന്തിനാ? അത് മറ്റു വിഭാഗങ്ങളുടെ കൂടെ ഭൂമി അടിച്ചു മാറ്റണം, അല്ലെങ്കിൽ അതും കൂടി ഇങ്ങോട്ട് എടുക്കണം എന്നുള്ള ധരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാടൻ നിയമത്തിനെ അനുകൂലിക്കുന്നുണ്ടോ കോൺഗ്രസ്? എന്നിട്ട് ഇവർ മുനമ്പത്ത് പോയിട്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കയറിക്കിടക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുന്നു. VD സതീശനും കോൺഗ്രസും സംരക്ഷിക്കില്ല. അതിനെ അനുകൂലിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞ ഫ്രാൻസിസ് ജോർജിനെ നിങ്ങൾ വിരല് കാണിച്ച് പേടിപ്പിച്ചില്ലേ? നിങ്ങൾ ചൂണ്ടി പേടിപ്പിച്ചില്ലേ? പിറ്റൂസം മാറ്റി പറഞ്ഞില്ലേ? എന്തടിസ്ഥാനത്തിലാ? സാധാരണക്കാരന്റെ വീടിനകത്ത് കയറാനുള്ള വഖഫിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ കളക്ടർക്ക്, അവിടുത്തെ കാടിന്റെ നീതിന്യായ വ്യവസ്ഥക്ക്, ഇവിടുത്തെ ഭരണഘടനയ്ക്ക്, ഇവിടുത്തെ സിവിൽ ലോക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ഏത് നടപടിയാ? നിങ്ങളുടെ സർക്കാരുകൾ അതിനെതിരായി പ്രവർത്തിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അവിടെയാണ് നിയാസെ നിങ്ങളുടെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത്. യൂണിഫോം സിവിൽ കോഡ് ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വഖഫിന് വരേണ്ട അമെൻമെന്റുകൾ വരുത്തി ഈ നാടിന് ആവശ്യമായ ഭേദഗതി ഉണ്ടാക്കേണ്ടതും ഇവിടുത്തെ ആവശ്യകതയാണ്. അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യല്ല വേണ്ടത്. അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കിട്ടുന്ന അവകാശം പൊതുസമൂഹത്തിന് മൊത്തമായി കിട്ടട്ടെ എന്ന വിശാല കാഴ്ചപ്പാടിലേക്ക് നിങ്ങളുടെ മനസ്സുയരണം. അത് ഉയരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് കറുത്ത ദിനമായിക്കൊണ്ടേയിരിക്കും. ഇനിയും വരുന്ന കുറെ നിയമങ്ങൾ കറുത്തതായി നിങ്ങൾക്ക് തോന്നും. അത് കാരണം നിങ്ങളുടെ മനസ്സിനകത്താണ് കറുപ്പ്, നിങ്ങളുടെ രാഷ്ട്രീയത്തിനകത്താണ് കറുപ്പ്, നിങ്ങളുടെ ചിന്താഗതിക്കുള്ളിലാണ് കറുപ്പ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറുത്ത ദിനം ആഘോഷിക്കാൻ തോന്നുന്നത്. അത് ഞങ്ങളുടെ കുറ്റമല്ല കേട്ടോ. അവനവൻ കണ്ണാടിയിൽ നോക്കി പറയുക നിങ്ങളാണ് തെറ്റ്, നിങ്ങളാണ് തെറ്റ് എന്നുള്ളത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും.